തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഹനമിടിച്ച് പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. അനാവശ്യമായി അവധിയെടുത്തുവെന്ന് കാണിച്ചാണ് ഗ്രേഡ് എസ്ഐ ശൈലേന്ദ്രകുമാറിന് സസ്പെൻഷൻ. പരിക്കേറ്റ് 9 ദിവസമായി ചികിത്സയിലാണ് ശൈലേന്ദ്രകുമാർ. സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. പൂന്തുറ സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐയാണ് ശൈലേന്ദ്രകുമാർ. വാഹനമിടിച്ച് കാലുകൾക്ക് പരിക്കേറ്റ അദ്ദേഹം ചികിത്സയിലാണ്. ഷുഗർ അടക്കമുള്ളതിനാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പരിക്കിൽ നിന്ന് മുക്തമാവുക എളുപ്പമല്ല. എന്നിരിക്കെയാണ് ശൈലേന്ദ്രനെ തേടി സസ്പെൻഷൻ കൂടി എത്തിയിരിക്കുന്നത്. സർക്കാർ എല്ലാ മേഖലയിലും വേട്ടക്കാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഏതായാലും അത്രേ സംഭവിച്ചുള്ളല്ലോ, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ലല്ലോ. ഈ ഗവൺമെന്റ് SFIക്കാരൻ്റെ ഇടിയേറ്റ് ആശുപത്രിയിലായിരുന്ന ASIയെ സസ്പെൻഡ് ചെയ്യാനാണ് ചെയ്തതെങ്കിൽ ഈ നാട്ടിൽ ഇനി എന്താ നടക്കാത്തത് എന്നുള്ളതിന് സൂചനയാണിത്. ഇക്കഴിഞ്ഞ 19 രാത്രിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ശൈലേന്ദ്രകുമാറിന് പരിക്കേറ്റത്. ഹെൽമറ്റില്ലാതെ ഇരുചക്ര വാഹനത്തിലെത്തിയ പ്രവീൺ എന്ന ഡിവൈഎഫ്ഐ നേതാവ് പോലീസുകാരനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പ്രതിയെ അന്ന് രാത്രി തന്നെ CPM പ്രവർത്തകർ സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിന് പെറ്റി കേസാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പാളയത്ത് SFIക്കാർ വളഞ്ഞിട്ട് തല്ലിയ ശരത് എന്ന പോലീസുകാരനും സസ്പെൻഷനിലാണ്. ശ്യാമാർ ബാബു, മീഡിയ 1, തിരുവനന്തപുരം.